ചാണകത്തിലും മനുഷ്യമലത്തിൽ പോലും വർഗീയത തരുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളായ ശശികലയും ആർ വി ബാബുവും പോലും എന്ത് ചെയ്തിട്ടില്ല. ആർ വി ബാബു പരസ്യമായിട്ട് പറഞ്ഞു ഇതിലൊരു പ്രശ്നമില്ല, ഇതിൽ വ്രണപ്പെടാനൊന്നുമില്ല എന്ന് ആർ വി ബാബു പറഞ്ഞു. ശശികല പോലും മിണ്ടുന്നില്ല. ആരും ഒന്നും സംഘപരിവാർ നിശബ്ദമായിരിക്കുകയാണ് അതിനെക്കുറിച്ച്. അവർക്ക് എന്തെങ്കിലും ഒരു സൂചിപ്പഴുത് കിട്ടിയാൽ അതിൽ വർഗീയത കടത്തിവിടുന്ന ആളുകളാണ് സംഘപരിവാർ. അവരതിനെപ്പറ്റി മിണ്ടുന്നില്ല. എന്നിട്ട് രാജു അബ്രഹാം വന്നിട്ട് പറയുകയാണ് ഒന്ന് വ്രണപ്പെടൂ പ്ലീസ്, ഇനി നിങ്ങൾ വ്രണപ്പെടില്ലെങ്കിൽ ഞങ്ങളൊരു പോലീസ് കേസ് എടുത്തു തരാം, എന്നിട്ടെങ്കിലും വ്രണപ്പെടൂ എന്ന് പറയുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് അവസാനത്തെ കച്ചിത്തുരുമ്പും, അതായത് ഈ പറയുന്ന ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ അവസാനത്തെ ആയുധവും എടുത്ത് പ്രയോഗിച്ച് നോക്കുകയാണ് CPM. കഴിഞ്ഞ 2019 മുതൽ അവർ പല ഘട്ടങ്ങളിൽ പ്രയോഗിച്ച് വന്ന് അവസാനത്തെ ആവനാഴിൽ അവസാനത്തെ അമ്പെടുത്ത് പ്രയോഗിക്കുകയാണ്. ഇനി എന്തെടുത്ത് പ്രയോഗിക്കും? അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് മതവികാരം വ്രണപ്പെടുത്താൻ നോക്കുകയാണ് CPM ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവരെന്തായത് എടുത്ത് പ്രയോഗിക്കും? ശബരിമല ഇനി പറയാൻ പറ്റില്ല. ഈ പറയുന്ന ധ്രുവീകരണ രാഷ്ട്രീയം, ന്യൂനപക്ഷങ്ങളെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള രാഷ്ട്രീയം ഇനി പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് നിന്നൊക്കെ അതിലും വലിയ ഭീകരമായ തിരിച്ചടി ഉണ്ടാവും. ഇനി വെള്ളാപ്പള്ളി അഴിച്ചുവിടാൻ പറ്റുമോ? വെള്ളാപ്പള്ളി അഴിച്ചുവിടാൻ പറ്റുമോ? വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞു ഞാൻ വർഗീയതയല്ല പറയുന്നത്, ഞാൻ ലീഗിനെ വിമർശിക്കുന്നു പറഞ്ഞു. ഇനി എങ്ങനെയാണ് ലീഗിനെ വിമർശിക്കാൻ പറ്റുള്ളൂ? ലീഗിനെ വിമർശിക്കാൻ വെള്ളാപ്പള്ളിയേക്കാൾ നല്ല CPM തന്നെയല്ലേ രാഷ്ട്രീയം വിമർശിച്ചൂടെ? അപ്പോൾ ഞാൻ നടത്തുന്നത് രാഷ്ട്രീയ വിമർശനമാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ഞാൻ വർഗീയത പറയുന്നില്ല, എന്നെ എല്ലാവരും ചേർന്ന് എല്ലാ വല്ലപലാദികളും ചേർന്ന് എന്നെ വർഗീയവാദി എന്ന് വിളിക്കുകയാണ് എന്ന് വെള്ളാപ്പള്ളി പറയാണ്. ഇനിയിപ്പോൾ ആരഴിച്ചു വിടും? ഇനി എന്ത് ആയുധമുണ്ട് CPMൻ്റെ മുമ്പിൽ അടുത്ത ഇലക്ഷനിലേക്ക്? 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ വികസനം മാത്രം പറഞ്ഞ് ഇനി വോട്ട് പിടിക്കാൻ പറ്റുമോ? അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെയ്തുകൂടായിരുന്നു. 2000 രൂപ പെൻഷൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞു, അത് പ്രചരിപ്പിച്ചുകൂടായിരുന്നു. ഞങ്ങൾ ചെയ്യുന്ന നല്ല ഞങ്ങൾ ഹൈവേ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, 2026 അത് പൂർത്തിയാക്കും, കേരളം മാറാൻ പോവുകയാണ്, ഇത് പറഞ്ഞുകൂടായിരുന്നു. ഈ ഹൈവേ കടന്നു പോകുന്നിടത്ത് ഒരുപാട് തദ്ദേശ സ്ഥാപനങ്ങളുണ്ടല്ലോ, ഒട്ടുമിക്ക ജില്ലകളിലൂടെ കടന്നു പോകണ്ടല്ലോ. ഞങ്ങൾ ഹൈവേ ഉണ്ടാക്കുകയാണ്, ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം. ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഹൈവേ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ മനുഷ്യർക്ക് ഫീൽ ചെയ്യും. അത് കേന്ദ്രത്തിൻ്റെ ഫണ്ടാണോ അവരാണ് ചെയ്യുന്നത്, അതിനൊക്കപ്പുറം അത് യാഥാർത്ഥ്യമാക്കിയ ഒരു സർക്കാരാണ്. അവർക്ക് പറയാമല്ലോ 2026 ഇത് പൂർത്തിയാവും. അത് പൂർത്തിയാവുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾ 3ാം പിണറായി വിജയൻ സർക്കാരിന് ഒരു അവസരം കൂടി തരൂ, അതിനുവേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറയാമല്ലോ. ഇതൊന്നും പറയാതെ ഈ ജാതി കുനിഷ്ടും കുന്നായ്മയും വർഗീയതയും ധ്രുവീകരണവും അഴിച്ചുവിട്ട് അതിൻ്റെ അവസാനത്തെ അമ്പും എടുത്ത് പ്രയോഗിക്കുന്നതാണ് നമ്മൾ ഈ പാരഡി കാണുന്നത്. ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ തിരിച്ചടിക്ക് ചകിതരായി മാറി ബുദ്ധിശൂന്യത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ഇത്തരം സന്ദർഭങ്ങളിൽ പാർട്ടിയെ ഉപദേശിക്കേണ്ട ആളുകൾ ഇതിൻ്റെയൊക്കെ ബുദ്ധി എവിടെ നിന്നാണ് വന്നത് നമ്മൾ ആലോചിക്കണം. പാർട്ടിയുടെ ഒരു ഇൻ്റലിജൻഷ്യ ആരെയാണ് ഇപ്പോൾ? പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന, പാർട്ടിയുടെ ഇലക്ട്രൽ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന ആ ബുദ്ധിജീവി വിഭാഗം ആരാണ്? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നൊരു പാർട്ടിയാണത്. അതിന് പുകസ എന്ന പുരോഗമന കലാസാഹിത്യ പുത്തലത്ത് ദിനേശൻ്റെ ലേഖനങ്ങൾ വായിക്കാറില്ല, അതിൻ്റെ കുഴപ്പമാണ്. പ്ലീസ്, ഞാൻ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കാൻ തയ്യാറല്ല. ഞാൻ പറയുന്നത് അങ്ങനെയില്ല. ഈ ബുദ്ധിജീവി വിഭാഗം എന്ന് പറയുന്നത് അവർ വേറെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. ഖാദർ പാലാടി ഫേസ്ബുക്കിൽ പറഞ്ഞതുപോലെ ഉള്ളത് കുറേ ഗുണഭോക്തൃ ബുദ്ധിജീവികളാണ്. ഗുണഭോക്തൃ ബെനിഫിഷ്യറി ഇൻ്റലക്ച്വൽസ് എന്ന് പറയാവുന്ന ആളുകളേ ഉള്ളൂ. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സർക്കാരിന് പറ്റുന്ന സകല വീഴ്ചകളെയും ന്യായീകരിച്ച് മെഴുകുക. അല്ല, ഇതിൽ ഒരു സമസ്യ അറിയാം. ഇന്നലെ കേസെടുത്തതിനെ ന്യായീകരിച്ച ആളുകൾ ഇന്നെന്ത് ചെയ്യുന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ല. അത് ഏത് വിധേനയും സർക്കാർ ചെയ്യുന്നതൊക്കെ ന്യായീകരിക്കുക. പിണറായി വിജയനെ ഒരു വിധേനയും വിമർശിക്കാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണതൊന്നും നമ്മൾ പറയുന്നില്ല, ആരുടെ ബുദ്ധിയാണോ അതിനൊന്നും വിമർശിക്കാതിരിക്കുക. അങ്ങനെ പാർട്ടിയെ എങ്ങനെ സംരക്ഷിച്ച് നിർത്തി അങ്ങനെ ഒരു പാർട്ടി നിൽക്കില്ല. ഇത് CPMൻ്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ കോൺഗ്രസ് ഒരു അധികാരത്തിൽ വരികയാണെന്നിരിക്കട്ടെ, UDF അവർ ചെയ്യുന്ന എന്തൊരു തെറ്റായ പ്രവർത്തനത്തെ വിമർശിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ പാർട്ടിയിൽ ഉണ്ടായാലോ. കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനകത്ത് തന്നെ ഗ്രൂപ്പിസം കൊണ്ടെങ്കിലും മറ്റുള്ളവർ വിമർശിക്കുന്നത് ശരിയായില്ല എന്ന് പറയും. ഇപ്പോൾ ബാറുകളുടെ വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഇതൊരു സുധീരൻ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രശ്നം എന്താണ്? നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നമുക്ക് തന്നെ തോന്നി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാട്ട് ആരും ഇല്ലാത്ത അവസ്ഥ എന്നാണ്. അതാണ് ഈ 10 വർഷമായിട്ട് പാർട്ടിക്ക് സംഭവിക്കുന്നത്, സർക്കാരിന് സംഭവിക്കുന്നത്. ആരും പറയാനില്ല, ആർക്കും പേടിയാണ് പറയാൻ. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ എന്തോ ഒരു വിമർശനം ഉണ്ടായെന്ന് വാർത്ത വന്നു. എന്തായിരുന്നത്? ഈ VC നിയമനത്തിൽ. അതുപോലും അങ്ങനെ ഞങ്ങൾ വിമർശിക്കാനുണ്ട്, വിമർശനമൊന്നും അല്ലാതെ ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞു അത് ഞാൻ എൻ്റെ തോന്നിയ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞ് തീർന്നു. അത്രയേ ഉള്ള വിമർശനം. അതുപോലും വാർത്തയാവുന്ന കാലമാണ്. ഏത് ഒരു മുഖ്യമന്ത്രിയെ സെക്രട്ടറിയിൽ വന്നിട്ട് അത് പറ്റിയില്ല എന്ന് പറഞ്ഞത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാർത്ത വരുന്നത്. അപ്പോൾ സ്വയം വിമർശനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനിവാര്യമായ ഒരു ഘടകമാണ്. അതില്ലാണ്ടായി. അങ്ങനെ വിമർശനം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഞങ്ങൾ പരിശോധിക്കും എന്ന് പറയുന്നതല്ലാതെ സ്വയം വിമർശനം നടക്കുന്നതായിട്ട് നമുക്കറിയില്ല. ഇത് അതിൻ്റെ ഒരു അനിവാര്യമായ പതനത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.